മക്കളെ, തൊഴിലില്ലായ്മ കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒന്നു ചേർന്ന് നമുക്ക് ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് മാറ്റും. ഡേ 2 വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിയെങ്കിലും ഇന്നിതാ നമ്മുടെ പ്രാർത്ഥന തുടരുന്നു. നമുക്കൊന്നു ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ മക്കൾക്കും ഉടൻ തന്നെ ഒരു സന്തോഷ വാർത്ത ലഭിക്കും. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നത്തെ ദിവസം നിനക്ക് സ്തോത്രം. കർത്താവേ, ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഉത്കണ്ഠപ്പെട്ടു, പരാതിപ്പെട്ടു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ വരുമാനം എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സാദൃശ്യവാക്യങ്ങൾ 16:3 പറയുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് ഭാരമേൽപ്പിക്കുക, അപ്പോൾ നിന്റെ നിരൂപണങ്ങൾ സ്ഥിരപ്പെടും. കൊലോസ്യർ 3:23 പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. മക്കളെ, നമുക്ക് ഒരു വചനം കൂടി പറയാം. ഫിലിപ്പിയർ 4:19 പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ ഐശ്വര്യപ്രകാരം യേശുക്രിസ്തുവിൽ നിങ്ങളുടെ സകല ആവശ്യവും നിറവേറ്റും. കർത്താവേ, ജോലി അന്വേഷിക്കുന്ന ഓരോരുത്തരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യമായ വാതിൽ തുറക്കണമേ. ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ധൈര്യം കൊടുക്കണമേ. നിരസിക്കപ്പെട്ടവർക്ക് പ്രതീക്ഷ കൊടുക്കണമേ. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സമാധാനവും ബഹുമാനവും കൊടുക്കണമേ. ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന അപേക്ഷ നീ കേൾക്കണമേ. എല്ലാ മക്കളുടെയും ആവശ്യം നീ നിറവേറ്റണമേ. എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ആവശ്യം ഒരു പേപ്പറിൽ എഴുതി കർത്താവിന് സമർപ്പിക്കുക. കർത്താവേ, നിന്റെ സമയം ശരിയായ സമയമാണ്. ഞങ്ങൾ കാത്തിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ സഹായം യഹോവയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ലജ്ജിക്കപ്പെടുകയില്ല. ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയില്ല. ഈ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ അവസാനിപ്പിക്കുന്നു. കർത്താവേ, നന്ദി, നീ ഞങ്ങളെ കേൾക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ട് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണമേ. കർത്താവേ, നന്ദി, നീ ഞങ്ങളെ കേൾക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ.